അകത്തുനിന്ന് പ്രകാശനം നൽകിയ ആത്മീക ദൂതിന് ആധാരമായിരിക്കേണ്ടതിന് വിശുദ്ധ തിരുവെഴുത്തുകൾ തുറക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 46-ാം വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. വന്ന് കാണുക, വന്ന് ചേരൂ എന്നുള്ളതാണ് നമ്മുടെ തീം. ഇന്ന് കേട്ട ദൈവിക ആലോചനയോട് ചേർത്തി പറഞ്ഞാൽ, ദൈവഭയത്തോടെ വന്ന് കാണുക, ആ ഭയത്തിൽ വന്ന് ചേരുക. ഇന്ന് വായിച്ച സങ്കീർത്തനങ്ങളുടെ 95-ാം സങ്കീർത്തനം 1-ാം വാക്യം 5-ാം വാക്യം വരുവീൻ എന്ന ആഹ്വാനമാണ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ഒരുപോലെ ദൈവം പറഞ്ഞിട്ടുള്ള വാക്കാണ് വരുവീൻ എന്ന ആഹ്വാനം. കൃപായുഗ രക്ഷിത ഗണത്തോടും വരുവീൻ എന്ന ആഹ്വാനമുണ്ട്. ഇനി സാർവത്രിക സഭ അർത്ഥാൽ കാതോലികമായ സഭയെ ഒരു നാളിൽ വരുവീൻ എന്ന് പറഞ്ഞ് വിളിക്കും. ഇന്നിവിടെ വായിച്ച് കേൾക്കപ്പെട്ട കുറിവാക്യം ഫിലിപ്പോസ് നഥനയേലുമായുള്ള അടുത്ത ബന്ധം. കഴിഞ്ഞ ദിവസത്തെ ഭവന പ്രാർത്ഥനയിൽ ഇതിൻ്റെ പൂമുഖത്തിലേക്ക് നാം പ്രവേശിച്ചു. എന്നാൽ പ്രധാനപ്പെട്ട ആ പ്രയോഗത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിച്ചില്ല. അവയുടെ അധികമാവർത്തി വരാതെയും അന്ന് വരാതെയുള്ളവർക്കും മനസ്സിലാക്കേണ്ടതിന് ചില മിനിറ്റുകൾ കൊണ്ട് മാത്രം ആ പൂമുഖ വാക്കുകൾ ചേർത്തിക്കൊണ്ട് തുടർന്നുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 44-ാം വാക്യം മുതൽ 51-ാമത്തെ വാക്യം വരെയുള്ള വാക്യങ്ങൾക്കകത്തുള്ള വിഷയം. ഈ വാക്യങ്ങൾക്കകത്തെ ചരിത്രഭാഗം നമുക്കറിയാം. യേശു നഥനയേലും തമ്മിലുള്ള കൂടിക്കാഴ്ച. നഥനയേലിന്റെ അരികിൽ ഫിലിപ്പോസ് ചെന്നിട്ട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ കണ്ടു എന്ന പ്രയോഗം നടത്തുന്നു. ആ പ്രയോഗം നന്നായി ഫിലിപ്പോസ് നഥനയേലിന് മനസ്സിലാകാൻ കാരണം നബീമും തോറയും തമ്മിൽ ഉള്ള അതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള യേശുക്രിസ്തു മശിഹ ആരെന്നുള്ള അവബോധം, അർത്ഥാൽ തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തുവാര് എന്നുള്ള ബോധ്യം തനിക്ക് ന്യായപ്രമാണ ചുരുളുകൾക്കകത്തു നിന്ന് ഉണ്ട്. അന്ധകാര യുഗത്തിൽ ജനകോടികൾ ആമഗ്രമായി പോയ ഒരു കാലഘട്ടത്തിൻ്റെ തൊട്ടുപുറകെയാണ് ഈ സംഭവം നടക്കുന്നത്. യേശുവിൻ്റെ അരികിലേക്ക് നഥനയേലിനോട് വരുവാനുള്ള ആഹ്വാനം, വന്ന് കാണുക. ഈ പ്രയോഗം നടത്തുമ്പോൾ അതിന് മുകളിലുള്ള വാക്ക്, 2 പ്രത്യേക വാക്കുകളുണ്ട്. അത് 45-ാം വാക്യത്തിലാണ്. ഒന്ന് വായിച്ചാലും. അടുത്ത വാക്ക്, യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ.
യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ എന്ന് പറഞ്ഞപ്പോൾ അതും നഥനയേലിന് മനസ്സിലായി. അപ്പോൾ യേശു അന്ന് ഒരു ചെറിയ ചർച്ചാ വിഷയമായി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതിന് കാരണം യോസേപ്പിന്റെ മകൻ എന്ന വാക്കിന്റെ ഉള്ളിൽ ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. അത് ഗ്രഹിക്കണമെങ്കിൽ ലൂക്കോസ് സുവിശേഷം 3:23 പോണം. അവൻ യോസേപ്പിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്നാരുടെ മോനെന്ന് ഇന്നാരുടെ മോളെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? വംശാവലി രേഖയിൽ യേശുവിന്റെ മാത്രമാണ് അങ്ങനെയുള്ള വാക്ക്. അതിന് കാരണമുണ്ട്. ഒരു പരിഹാസത്തിന്റെ ധ്വനി അതിനകത്തുണ്ട്. അത് പടർത്തിയത് അന്നത്തെ ജൂതമത മേലാളന്മാരാണ്. 2, നസറയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? കാബൂൽ പ്രദേശമാണ് നസറയത്ത്. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു നന്മയും വരില്ല. ഈ 2 കാര്യവും അകത്ത് അറിവുണ്ടായിട്ടും ഇത്രയും കാര്യം നമുക്കറിയാമെങ്കിൽ നമ്മൾ പറയും, ആ യോഗത്തിന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല, അങ്ങോട്ട് ഞാൻ ഇല്ല. ഈ 2 കാര്യം അറിഞ്ഞിട്ടും നഥനയേലിന്റെ കാലുകൾ മുൻപോട്ട് നീങ്ങുന്നു. കാലുകൾ പാദം വെച്ച് മുൻപോട്ട് നീങ്ങുന്ന നഥനയേലിനെ ഒന്ന് കണ്ടേ. എന്നാൽ നഥനയേൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒന്നേ വിളിച്ചോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നഥനയേലിനെ ഫിലിപ്പോസ് ഒന്നേ വിളിച്ചോളൂ. മലയാളിയോട് ചിലപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, പല പ്രാവശ്യം പറയേണ്ടി വരും. എന്നാൽ ഒന്നേ വിളിച്ചോളൂ നഥനയേലിനെ. നഥനയേലിന്റെ പാദം മുൻപോട്ട് നീങ്ങി. നെക്സ്റ്റ്, അടുത്ത വാക്ക്. 46-47 വാക്യം. യേശു കണ്ടിട്ട്, കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് വിശദീകരിച്ചിരുന്നു, സാക്ഷാൽ ഇസ്രായേലിയൻ. എങ്ങനെ എന്നെ അറിയാമെന്നാണ് തൊട്ടുപുറകുള്ള വാക്ക്. അന്നേരം യേശുവിൻ്റെ വാക്ക്, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് അത്തിയുടെ ചുവട്ടിൽ. അപ്പോൾ ഈ നഥനയേലിന്റെ പുറപ്പെടൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അത്തിമൂട ടു ജീസസ് ക്രൈസ്റ്റ്. ശ്രദ്ധിച്ചേ. ഓ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നഥനയേൽ അത്തിമുട്ടിൽ എന്ന് വെച്ചാൽ അത്തിമൂട ടു ജീസസ് ക്രൈസ്റ്റ്. അത് വിസ്തരിക്കേണ്ട വിഷയം, ചരിത്രപരമായി വിസ്തരിക്കേണ്ട വിഷയം. ജൂതന്റെ ദേശീയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് യേശുവിലേക്കുള്ള ചുവടുവെപ്പ്. എന്നാൽ ആ ഒരൊറ്റ വിവേചനം. 47 വാക്യം ഒന്ന് വായിക്കാമോ? താഴോട്ട്. അടുത്ത വാക്ക്, അടുത്തത്. ഞാൻ നിന്നെ കണ്ടു. നോക്കണേ, വന്ന് കാണുക. നമ്മുടെ തീം അതാണ്, വന്ന് കാണുക. വന്നാലേ ഇവന് കാണാൻ പറ്റൂ. എന്നാൽ യേശു നിന്നെടുത്ത് നിന്ന് കണ്ടു. സ്തോത്രം. നമ്മൾ വന്നിട്ടാണ് കണ്ടത്. എന്ത് കണ്ടു എന്നുള്ളത് നാം ധ്യാനിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് അവൻ വന്നിട്ടാണ് നാം കണ്ടത്. എന്നാൽ നോക്കണേ, വരുന്നതിന് മുമ്പേ നമ്മെ കണ്ടു. കണ്ട യേശുവേ, അങ്ങയുടെ കണ്ണിന് ഇത്ര കാഴ്ചയോ? ആ കണ്ണിന്റെ പ്രത്യേകത ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിൽ
അഗ്നിജ്വാലക്കത്തുള്ള കണ്ണ്. ആ കണ്ണിന് ഏത് സംഭവ സാഹചര്യങ്ങളിലേക്കും ചൂഴ്ന്നിറങ്ങാൻ പറ്റും. ആ കണ്ണിനെ ഇന്നിവിടെ ഇരിക്കുന്ന ആർക്കും ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല. ചിരിച്ചോണ്ട് കൈ കൊടുക്കുമ്പോൾ ആ ചിരി ഉള്ളിലുണ്ടോന്നും കൂടെ ആ കണ്ണ് കാണുന്നുണ്ട്. സ്തോത്രം. ആത്മീക പരിവേഷത്തോടുകൂടെ ഒരു നാടകത്തിന്റെയും നാട്യത്തിന്റെയും ഭാഗമായി ഒരു രംഗത്തൊരു അഭിനയം നടക്കുമ്പോൾ ഉള്ളറയിലേക്ക് നന്നായി ആ ദൃഷ്ടിശേഷി പതിയുന്നുണ്ട്. ആ കണ്ണിനെ മറയ്ക്കാൻ ഒന്നും കഴിയത്തില്ല. സ്തോത്രം. ആ കണ്ണിന്റെ മുൻപിൽ ഒരു പൊയ് മുഖവും ഒരു മുഖമൂടിയും നിലനിൽക്കില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഏറ്റവും ചെറുതിലേക്കും ദൃഷ്ടി പതിക്കാൻ പറ്റുന്ന ദൃഷ്ടിശേഷി, അവൻ ഏറ്റവും ദൂരത്തേക്കും ദൃഷ്ടി പതിക്കാൻ പറ്റുന്ന ദൃഷ്ടിശേഷി ഉള്ള കരുത്തനാണ് ഇന്നിവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന സപ്തമഹിമ പൂർണ്ണൻ എന്ന ഉറച്ച അവബോധം അകതളത്തിലുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വം കരേറ്റാം. യേശുവേ, അങ്ങേ എനിക്കൊന്നും മറയ്ക്കാൻ കഴിയില്ല. സ്തോത്രം. എനിക്ക് അങ്ങേ ഒന്നും മറയ്ക്കാൻ കഴിയില്ല. എവിടെ ചെന്നാലും അങ്ങയുടെ സാന്നിധ്യമുണ്ട്. വിസ്തൃതിയുള്ള പ്രമേയം, വിസ്താരഭയം അകത്ത് തിങ്ങി നിൽക്കുന്നല്ലോ. വായിച്ചാലും തൊട്ട് താഴെയുള്ള വാക്ക്, കാതലായ പ്രയോഗം. ഓ റബി, ഗുരു. ഒന്നവന്റെ തിരിച്ചറിവ്, ഗുരു. രണ്ടാമത്തെ വാക്ക് നീ. ഇതാണ് നമ്മുടെ വളരെ ഡബിൾ NB ഇടേണ്ട, അണ്ടർലൈൻ ചെയ്യേണ്ട, ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്ക് ഇതാണ്. നീ, നീ ദൈവപുത്രൻ. നീ, അവൻ ദൈവപുത്രൻ. ഈ തിരിച്ചറിവ് ഇസ്രായേലിന്റെ രാജാവ് മറ്റൊരു പ്രമേയമായി ധ്യാനിക്കേണ്ടതാണ്. നീ ദൈവപുത്രൻ. ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഒരു മാനുഷിക പ്രവൃത്തി അല്ലെന്ന് സ്തോത്രം യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായി 16:16 ശീമോൻ പത്രോസ് ഒരിക്കൽ കയറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. യേശു തൊട്ട് മുമ്പ് ഒരു പ്രസിദ്ധമായ ചോദ്യം ചോദിച്ചു, ഞാൻ ആരെന്ന്. നമ്മുടെയൊക്കെ പിള്ളേരെ പരീക്ഷ എഴുതാൻ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ അതിനകത്തെ ചോദ്യാവലി വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വലിയ ചോദ്യം, വലിയ ആ പ്രധാനപ്പെട്ട കാതലായ ഐറ്റം അടങ്ങിയ ഉത്തരം എഴുതേണ്ടത് എന്ന പോലെ നോക്കണേ. യേശുവിന്റെ ചോദ്യാവലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ ആരെന്ന്. പത്രോസ് ചാടിക്കേറി സാധാരണ പറയുന്ന മറുപടിയുടെ ശീലത്തിലൊക്കെ തകൃതിയിലങ്ങ് മറുപടി പറഞ്ഞു. ആ മറുപടി, പത്രോസേ, നിന്റെ ഗലീല കടലിലെ നോളജ് കൊണ്ട് കിട്ടിയ അവൻ ആൻസർ അല്ലത്. പത്രോസേ, അവൻ ഇത് നിനക്ക് ഇന്നലകളിൽ ജൂതിഷ് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ അറിവല്ലത്. അവൻ മറിച്ച് അവൻ ഇത് എങ്ങനെ കിട്ടി? 17ാമത്തെ വാക്യം മുതൽ പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളത് അവൻ നിനക്ക് വെളിപ്പെടുത്തി കിട്ടിയതാണ്. അതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് അവൻ കാലാകാലങ്ങളിൽ കിട്ടിയവരാണ് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന രക്ഷിത ഗണം. ആ വെളിപ്പാട് കിട്ടിയതിൽ സന്തോഷമുള്ളവർ, അവൻ പ്രാപിച്ച ദൈവകൃപയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാൻ പറ്റുമോ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള വെളിപ്പാട് കാണാൻ പുറപ്പെട്ടവൻ നഥനയേലേ, നീ കണ്ടോ? അവൻ പറയും, കണ്ടു. ആരെ കണ്ടു? സ്തോത്രം.
പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവനെ കാണാനാണ് ഞാൻ പുറപ്പെട്ടത്. എന്നാൽ ഞാൻ കണ്ടു, കുറച്ചും കൂടെ കയറി ഞാൻ കണ്ടു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ കണ്ടു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ കണ്ടു. ഒന്നും കൂടെ പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ കണ്ടിട്ട് ഒന്ന് കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകുകയല്ലായിരുന്നു. കണ്ടവൻ പിന്നെ അവൻ പുത്രനെ ഉൾക്കൊണ്ടു. സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാം. അവൻ ആ വെളിപ്പാട് ഉൾക്കൊള്ളപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തോത്രം. ഈ ഫിലിപ്പോസ് നഥനയേല് അത്തിയുടെ ചോട്ടിൽ വെച്ച് അവനെ യേശു കണ്ടു. യേശുവിൻ്റെ അരികെ വന്നപ്പോൾ യേശുവിനെ കണ്ടു. സാധാരണ കാഴ്ചപ്പാടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പുത്രനെ കണ്ടു. പുത്രനെ കണ്ടെന്ന് പറഞ്ഞിട്ട് കാഴ്ച നിന്നില്ല, കണ്ടവനെ കൊണ്ടു. സ്തോത്രം. കണ്ടവനെ ഉൾക്കൊണ്ടു. കൊണ്ട ശേഷം പിന്നെ ഈ നഥനയേലിനെ അങ്ങോട്ട് പുസ്തകങ്ങൾക്കകത്ത് ഒന്ന് സവിസ്തരമായി ധ്യാനിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു മറുപേരുണ്ട്. സ്തോത്രം. ബർത്തുലോമായി എന്നാണ് മറുപേരെന്നാണ് പണ്ഡിത വീക്ഷണം. ഫിലിപ്പോസിന്റെ പേരും മത്തായി സുവിശേഷത്തിലും ലൂക്കോസിലും ഒക്കെ പറഞ്ഞെടുത്തൊക്കെ ഈ ആളെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നഥനയേലിനെ പിന്നീട് നഥനയേൽ എന്ന് പറഞ്ഞെടുത്ത് ബർത്തലോമായി എന്ന് പറഞ്ഞിട്ടുമില്ല. 5 ന്യായങ്ങളാണ്. അതിൽ 2 ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിനകത്ത് പറയുകയുണ്ടായി. അങ്ങനെ പറയാനുള്ള കാരണമോ ചുമ്മാതങ്ങനെ കയറി പറഞ്ഞതൊന്നുമല്ല, അതിന് പുസ്തകത്തിൽ നിന്ന് കാരണങ്ങൾ നിരത്തുകയുണ്ടായി. അവയുടെ ആവർത്തി ഇന്ന് ആവശ്യമില്ലല്ലോ. ആ വചനങ്ങളും കൂടെ ചേർത്തി പഠിക്കുമ്പോൾ ഈ നഥനയേൽ മുൻപോട്ട് ആരെ കണ്ടു എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ആരെയാണ് കണ്ടത്? ഇതര സുവിശേഷകർ എഴുതാത്ത കാര്യം ഇവിടെ യോഹന്നാൻ കുറച്ച് സവിസ്തരമായി എഴുതി. എന്നിട്ട് കണ്ടവന്റെ സവിശേഷതയെക്കുറിച്ച് യോഹന്നാൻ പിന്നീട് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പരാമർശിച്ചു. എടുക്കാം, 5-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. കോമ എന്നിട്ട് അടുത്ത വാക്ക്, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. ദൈവപുത്രനെന്ന് സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു. അങ്ങനെയെങ്കിൽ നഥനയേലിന് യേശുവിന്റെ സന്നിധിയിൽ വെച്ച് കിട്ടിയത് ഒരു വിവേകമാണ്. അതെന്താണെന്നറിയാമോ? സത്യദൈവത്തെ അറിയാൻ. ഏതറിവ്? ദൈവപുത്രനെന്ന് അറിയാൻ. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? സത്യദൈവത്തെ അറിയാൻ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ വെളിപ്പാട്, അതിനുള്ള വിവേകം കർത്താവ് നൽകിയതോർത്ത് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വിവേകത്തിൽ സന്തോഷിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാരതത്തിലെ ജ്ഞാനികൾക്ക് ഇത് മറഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള അനേക പണ്ഡിതന്മാർക്ക് ഇത് മറഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള ഭാഷാജ്ഞാനികൾക്ക് മറഞ്ഞിരിക്കുന്നു. ചരിത്രബോധമുള്ളവർക്ക് മറഞ്ഞിരിക്കുന്നു. ഇക്ഷിതിയിലെ പല പ്രഗത്ഭ വ്യക്തികൾക്ക് മറഞ്ഞിരിക്കുന്നു. എന്നാൽ കൃപയാൽ സാധുക്കൾക്ക് അത് വെളിപ്പെടുത്തി കിട്ടി. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഈ വലിയ വെളിപ്പാട് ഏറ്റെടുത്തവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു വിവേകമാണ്. നെക്സ്റ്റ് വേർഡ്, അതിന്റെ 4-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാലും, യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ?
യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവന്റെ അകത്ത് ദൈവം വസിക്കുന്നു. ഈ വെളിപ്പാട് അപ്പോൾ നഥനയേലിന്റെ അകത്തേക്ക് ഈ വിശ്വാസം കയറിയപ്പോൾ നഥനയേലിന്റെ അകത്തേക്ക് അവൻ ദൈവം വസിക്കത്തക്ക രീതിയിൽ അവൻ ദൈവ സാന്നിധ്യം അകത്ത് വെളിപ്പെട്ടു. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നവനെ കാണാൻ ആഹ്വാനം ലഭിച്ച വന്നു കണ്ടവൻ അവനെ ഉൾക്കൊണ്ട് ഉള്ളിൽ അവൻ പ്രാപിച്ചു. നെക്സ്റ്റ് വേർഡ് ആമേൻ. യോഹന്നാന്റെ അതേ ലേഖനം തന്നെ 5-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ദൈവപുത്രൻ അകത്ത് വന്നപ്പോൾ ഈ നഥനയേലിന് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാം. അവൻ യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? അവൻ സ്തോത്രം. തോറ്റവനായിരുന്നു അത്തിയുടെ ചുവട്ടിൽ യേശുവിന്റെ അരികിൽ വന്നപ്പോൾ ഈ വെളിപ്പാടിനാൽ ജയിച്ചവനായി മാറി. ഇകത്തിൽ ഒരു കാലത്ത് തോറ്റവനായി ഏതൊക്കെയോ അത്തിയുടെ ചുവട്ടിൽ നിരാശയോടുകൂടെ താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നവരെ എൻ്റെ കർത്താവ് കാലാകാലങ്ങളിലായി വിളിച്ച് ആമൻ സ്തോത്രം ഈ വെളിപ്പാട് അകത്ത് പകർന്ന് ജയിക്കുന്നവനാക്കി മാറ്റിയിരിക്കുകയാണ്. സന്തോഷത്തോടെ ദൈവത്തിൽ നിന്ന് മഹത്വം കരേറ്റാമോ? ആമൻ സന്തോഷത്തോടെ അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ലോകത്തെ ജയിച്ചവൻ ആര്? യേശു ദൈവപുത്രൻ എന്ന് വെളിപ്പാട് പ്രാപിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ. ഈ വചനത്തിന്റെ ആഴമായ പ്രകാശനം ഏറ്റെടുത്ത് അല്പനേരം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. സ്തോത്രം. ഈ കർത്താവ് അകത്ത് വന്നു കഴിഞ്ഞപ്പം ഈ നഥനയേലിനെ വീണ്ടും കാണേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നഥനയേലിനെയും അവിടെ കാണുന്നുണ്ട് അല്ലേ? സ്തോത്രം. ആ ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലെ കാനായിലെ നഥനയേലും ഈ നഥനയേലിനെ അവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അന്നൊരു വരവ് വന്നത് സ്തോത്രം യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞിട്ടും യേശുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ടും ശിഷ്യന്മാരുടെ നടുവിൽ അവൻ ഉറച്ചു നിൽക്കുകയാണ്. അവൻ ഒന്നും കൂടെ ഞാൻ തെളിച്ചു പറയാം. ഏതെല്ലാം വൈരികൾ ഇളകി വന്നാലും അവൻ യേശു ദൈവപുത്രൻ എന്ന് വെളിപ്പാടുള്ളവൻ അവൻ ഉറച്ചു നിൽക്കും. എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. ഏതെല്ലാം കാര്യങ്ങൾ നീ സോഷ്യൽ മീഡിയയിൽ വായിച്ചാലും ഏതെല്ലാം കാര്യങ്ങൾ അറിഞ്ഞാലും എന്തെല്ലാം കേട്ടാലും നിന്റെ വിശ്വാസത്തിന് ഇളക്കം വരത്തില്ല. നീ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ തെളിച്ചു പറയുന്നു, കർത്താവിനെ കണ്ടിറങ്ങിയവന് അങ്ങനെ പിന്മാറാൻ പറ്റത്തില്ല. യഥാർത്ഥമായി കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയവന് അങ്ങനെ പിന്മാറാൻ പറ്റത്തില്ല. എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റും, ഞാൻ യേശുവിനെ കണ്ടാണ് ഇറങ്ങിയത്? വിശ്വാസത്തോടെന്ന് പറയാൻ പറ്റും, ഞാൻ യേശുവിനെ കണ്ടാണ് ഇറങ്ങിയത്. ഞാൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇറങ്ങിയത്. യേശുവിനെ സ്നേഹിച്ചാണ് ഇറങ്ങിയത്. അവൻ യേശുവിനോട് ചേർന്നാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്തോത്രം. എന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം ബർത്തലോമായി എന്ന മറുപേരിൽ ആ വ്യാഖ്യാനത്തോടെ ഞാനൊന്ന് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിനകത്ത് യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് കൂടി വരുന്നവരുടെ കൂട്ടത്തിനകത്ത് ഈ മനുഷ്യനുണ്ട്. അങ്ങനെയെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ കൊടിയ അടിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ആ ആത്മസ്പർശനമേറ്റ കൂട്ടത്തിലും ഈ മനുഷ്യനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യനുണ്ടായിരുന്നു. വന്നു കാണുക. വന്നവന് പാടായില്ല വരവ്. ആ വരവ് അവൻ്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിൻ്റെ മാറ്റൊലി മുടക്കി. ആ വരവ് അവനെ ആപാത ചൂടം മാറ്റി. സ്തോത്രം. ആ വരവ് അവനെ മുഴുവനും സമൂലമായി മാറ്റിയെടുത്തു. ആ വരവ് അവൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറി. യേശുവിൻ്റെ സന്നിധി അവൻ മടുത്തില്ല. ഇന്ന്
ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് സംബന്ധിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ കൈമാറുന്നു. അവൻ വന്ന് കാണുക. അവൻ വന്ന് കണ്ടവൻ വന്നു ചേർന്നു. വന്ന് കാണുക, അവൻ വന്നു ചേർന്നു. അവൻ പിരിയാത്തൊരു ബന്ധത്തിൽ ക്രിസ്തുവുമായി മുൻപോട്ട് പോയി. പിൻകാലത്ത് ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് ഈ നഥനയേല് മിഷണറി വീരന്മാരുടെ കൂട്ടത്തിൽ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ധീരനായ വ്യക്തിയായി മാറി. അങ്ങനെയെങ്കിൽ അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വചനം നൽകി ആഹ്വാനം നൽകുകയാണ്. ഈ സഭയുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ കർത്താവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ഇന്നിവിടെ കൂടി വന്നവരോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ ഒരു ദൂത് കൈമാറുന്നു. ആമേൻ, സ്തോത്രം. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം കോളിളക്കങ്ങൾ ഉണ്ടായാലും ഈ കൃപ വിട്ട് ഞാൻ പോകത്തില്ലെന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റും? ഈ കൃപ വിട്ട് എൻ്റെ കാലടി പുറകോട്ട് പോകത്തില്ല. ഈ യേശുവിനെ വിട്ട് ഞാൻ പോകത്തില്ല. ഈ കൃപയിൽ നിന്ന് ഞാൻ പിന്തിരിയത്തില്ല. അവൻ ഞാൻ പിന്മാറുകയില്ല. നോ ടേണിംഗ് ബാക്ക്. ഞാൻ പിന്മാറില്ല. കരങ്ങൾ ഉയർത്തി എത്ര പേർക്ക് പറയാൻ പറ്റും? അവൻ ആ തീരുമാനമുള്ള കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളുടെ നടുവിൽ പിന്മാറാതെ നിൽക്കാൻ ഈ കരമുയർത്തിയിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഏറിയ ദൈവകൃപ കർത്താവ് പകരണമേ. അഗ്നി പരിശോധനയിൽ പിന്മാറാതെ നിൽക്കാൻ, ജീവിതത്തിന്റെ പ്രശ്ന കലുഷിതമായ സാഹചര്യങ്ങളിൽ പിന്മാറാതെ നിൽക്കാൻ, ഓളങ്ങൾ കണ്ട് പിന്മാറാതെ നിൽക്കാൻ, തിരമാലകൾ കണ്ട് പിന്മാറാതെ നിൽക്കാനുള്ള ഏറിയ കൃപ ഈ ജനത്തിന്റെ മേൽ, അസാധാരണമായ കൃപ ഈ ജനത്തിന്റെ മേൽ. ചില സെക്കൻഡുകൾ കരങ്ങളെ തട്ടി പരിശുദ്ധാത്മ നിയോഗമുള്ളവർ ചേർന്ന് ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. അർത്ഥരാജന യേശു ദൈവപുത്രൻ എന്നുള്ള വെളിപ്പാടോടെ, ദൈവ ഭയത്തോടെ, ദൈവമാരെന്നുള്ള വെളിപ്പാടോടെ അല്പനേരം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇന്നലകളിൽ അവൻ വായിച്ചറിഞ്ഞ അറിവിനപ്പുറത്ത് യേശുവിന്റെ സന്നിധിയിൽ അവൻ കൊണ്ടറിഞ്ഞു. പഠിച്ചറിവുകൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഈ ആരാധനയ്ക്കകത്ത് വ്യക്തികൾ കൊണ്ടറിയട്ടെ. ഈ സന്ദേശം ഇന്നിവിടെ കേൾക്കുന്നവർ മാത്രമല്ല, വരും ദിവസങ്ങളിൽ, ആഴ്ചകളിൽ ഈ സന്ദേശം കേൾക്കുന്നവരോടും പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒരു ആലോചന. മടിച്ചു നിൽക്കാതെ, സ്തോത്രം, മടിച്ചു നിൽക്കാതെ യേശുവിന്റെ അരികിലേക്ക് വരുവീൻ. വന്ന് കാണുക. പുറമറ്റം ദേശമേ വന്ന് കാണുക. പത്തനംതിട്ട ജില്ലയെ വന്ന് കാണുക. മലയാളി സമൂഹമേ വന്ന് കാണുക. കാണാൻ വന്നവർക്ക് സ്തോത്രം അനുഭവിക്കാനുള്ളത് ഈ കർത്തൃസന്നിധിയിലുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.